രശ്മി ആ കൈ ഉയർത്തിയ സിസ്റ്ററിനെ മുമ്പിൽ വിടാം. യേശു നിങ്ങളുടെ തലയെ തൊടുന്നു, നട്ടെല്ലിൽ തൊടുന്നത് ഞാൻ കാണും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോ കണ്ടത് സൗഖ്യമാവും. യേശു തൊടുന്നു. അകന്ന കണ്ണികൾ അടുക്കുന്നു, അകന്നു മാറി. ചെക്ക് ചെയ്തായിരുന്നോ? ഉച്ചയ്ക്കും വേദന, ഓക്കെ. ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് ചെക്ക് ചെയ്തോ? ഡോക്ടർ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതായിരുന്നു, തേഞ്ഞ് ഇത് അകന്ന് നിൽക്കുകയാണ്. തേഞ്ഞ അങ്ങനെ പറഞ്ഞ കറക്റ്റ്, തേഞ്ഞ അകന്നിരിക്കുവാണെന്ന് ഡോക്ടർ പറഞ്ഞാണ്. ഒന്ന് കുനിഞ്ഞേ കരമടിച്ച കർത്താവിന് നന്ദി പറഞ്ഞ നിവർന്നേ. അവിടെ വന്നിരിക്കസറയിരുന്നപ്പോഴും പുറത്ത് വേദനയായിരുന്നു. ഇപ്പൊ ഇല്ല. കരമടിച്ച കർത്താവിന്. പ്രോഫറ്റ്, ഇതൊരു അത്ഭുത സൗഖ്യമാണ്. ഈ അമ്മയുടെ പേര് പൊന്നമ്മ എന്നാണ്, കല്ലടയെന്ന് വരുന്നു. ഇവിടെ വന്ന സമയത്ത് ഇതുപോലെ ഒരു ഈ ബെൽറ്റ് കെട്ടിയിട്ടാണ് വന്നത്. ബെൽറ്റ് കെട്ടിക്കൊണ്ടാ വന്നേ. കാരണം ഈ എത്ര നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അമ്മേ? 5-6 മാസം കൊണ്ട് ഉപയോഗിക്കുന്നു. 5-6 മാസം കൊണ്ട് ഇത് ഉപയോഗിച്ചോണ്ടാ നടന്നേ. പക്ഷെ ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ, ഇത് പ്രാർത്ഥിക്കുന്നതിന് ഇവിടെ വരുന്നതിന് മുമ്പ് സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ നടക്കാനോ ഒക്കെ ഭയങ്കര വേദനയായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അത് ഊരി മാറ്റിയിട്ട് ഇപ്പൊ ഇതിന്റെ ഈ സ്റ്റെപ്പിങ്ങിന് ബെൽറ്റ് കെട്ടിക്കൊണ്ട് വന്നതാ യേശു തൊട്ട് സൗഖ്യമാക്കി. ആ മനുഷ്യൻ കരയുവാ. ചെവി കേൾക്കാമെന്ന് പറഞ്ഞ് കരയുന്നു. ചെവി കേൾക്കത്തില്ലായിരുന്നു. സണ്ണി പാസ്റ്ററെ ചെവി കേൾക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ചെവി കേൾക്കാൻ കരമടിച്ച്. അച്ഛന്റെ പേര് മുരളി എന്നാണ്, പ്രക്കാനത്തുനിന്ന് വരുന്നു. ഈ അച്ഛൻ ഒരുപാട് നല്ലൊരു ചെവി കേൾക്കത്തില്ലായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട്. പറഞ്ഞിട്ട് രാജേഷ്, അമ്മയുടെ പേര് മേരി എന്നാണ്, കൊട്ടാരക്കരയിൽ വരുന്നു. ഈ അമ്മയ്ക്ക് കഴിഞ്ഞ 6 വർഷമായിട്ട് വാദത്തിന്റെ അസുഖം കാരണം ഇരിക്കാനോ എഴുന്നേക്കാനോ നടക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെ. നടക്കാനും ഒക്കെ ഭയങ്കര പാടായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ കർത്താവ് അത്ഭുതമായിട്ട് സൗഖ്യമാക്കി. അമ്മ ഇവിടെ ഒന്ന് എഴുന്നേറ്റ് എഴുന്നേക്ക്. സൗഖ്യമായെന്ന് പറഞ്ഞാൽ ഞങ്ങള് കാണിച്ചിടപെടുന്നു. ഒന്ന് ഓടി നോക്കി ഓട കരമടി ചാമേ പറഞ്ഞേ. പറഞ്ഞോ രാജേഷ് ബ്രദർ. അമ്മയുടെ പേര് ഓമന, കൊട്ടാരക്കരയിൽ വരുന്നു. പെടലിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ആ പെടൽ വേദന പൂർണ്ണമായിട്ട് മാറി. വേദനയില്ല. ഇപ്പൊ കഴുത്ത് തിരിക്കാം. എത്ര നാളായിട്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു? 6 മാസമായി. തലയൊന്ന് തിരിച്ചു നോക്കിയേ, ഒരു കുഴപ്പമില്ല. കരമടി ചാമയം പറഞ്ഞാൽ. മാതാവിന്റെ പേര് മേരി എന്ന. പെടലിക്ക് ഭയങ്കര വേദനയായിട്ടായിരുന്നു ഇവിടെ ഇരുന്ന. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഇടയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പൂർണ്ണ സൗഖ്യമായി. കരമടി ചാമയം പറഞ്ഞാട്ടെ.